ഹായ് എവരിവൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് രണ്ട് A4 വേർഡ്സിൻ്റെ ടെൻസർ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുമാണ്. നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുന്ന കരുതാണ്. അപ്പോൾ എക്സിസ്റ്റൻസിൻ്റെ പാർട്ടിൽ വന്നിട്ടുള്ള പ്രൂഫ്, ആ പ്രൂഫിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് റിമാർക്സാണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. വേഗത്തിലൊന്ന് പറയാം. ഫസ്റ്റ്, ദി മൊഡ്യൂൾ ടി കൺസ്ട്രക്റ്റഡ് എബവ് ഈസ് കോൾഡ് ദി ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ. നമ്മൾ കഴിഞ്ഞ പ്രൂഫിൽ ടെൻസർ പ്രൊഡക്റ്റിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്തപ്പോൾ അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള മൊഡ്യൂൾ ടെൻസർ പ്രോഡക്റ്റ് ടി എന്നുള്ള മൊഡ്യൂൾ. ഓക്കെ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം ഇതേ രൂപത്തിലാണ്. ഇതേ രൂപത്തിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ജസ്റ്റ് നൊട്ടേഷൻസ് ആണ്. നെക്സ്റ്റ്, നമ്മളുടെ ടെൻസർ പ്രൊഡക്റ്റ് ജി എന്നുള്ള മാപ്പും ജി എന്നുള്ള എം ക്രോസ് എൻ നിന്ന് ടിയിലേക്കുള്ള മാപ്പും ടിയും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ ടെൻസർ പ്രൊഡക്റ്റ്. അതിൽ ജി എന്നുള്ള മാപ്പ് അല്ലെങ്കിൽ ടെൻസർ പ്രൊഡക്റ്റ് എന്ന് പറയാം. അത് രണ്ട് വേരിയബിളിലും ലീനിയറാണ്. എം ക്രോസ് എൻ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ടിയിലേക്കുള്ള ജി എന്നുള്ള മാപ്പ് രണ്ട് വേരിയബിളിലും ലീനിയറാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് റിമാർക്ക്. ഓക്കെ, തേർഡ് റിമാർക്ക്, രണ്ട് എലമെൻസിൽ നമ്മൾ ടെൻസർ പ്രോഡക്റ്റ് എലമെൻസിൽ ചെയ്യുമ്പോൾ രണ്ട് എലമെൻസിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് സീറോ ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ടെൻസർ പ്രോഡക്റ്റ് സീറോ ആയിരിക്കും. ഓക്കെ, അതാണ് നെക്സ്റ്റ് റിമാർക്ക്. അത് ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യും. നമുക്ക് സപ്പോസ് എക്സും വൈയും നമ്മൾ എം എന്നും എന്നും എടുത്തുന്നത് രണ്ട് മൊഡ്യൂൾസ്. അതിൽ എക്സ് സീറോ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 × y എന്നുള്ള രൂപത്തിൽ എഴുതാം. 0നെ നമുക്ക് 0 + 0 എന്ന് എഴുതാം. ഫസ്റ്റ് വേരിയബിളിൽ അത് ലീനിയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓക്കെ, അതായത് ഫസ്റ്റ് ഇങ്ങനെ കൊടുക്കുക 0 × y ടെൻസർ പ്രോഡക്റ്റ് വിത്ത് y. ഓക്കെ, ഈക്വൽ ടു 0 ടെൻസർ പ്രോഡക്റ്റ് വിത്ത് y എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഇനി 0ക്ക് പകരം 0 + 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 × y = 0 + 0 × y എന്ന് കൊടുക്കാം. അപ്പോൾ അതിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ 0 × y = 0 × y + 0 × y എന്ന് എഴുതാം. നമ്മുടെ ടി എന്നുള്ള എ മൊഡ്യൂളിലുള്ള രണ്ട് എലമെൻറ്റ്സ് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഈ രണ്ട് എലമെൻറ്റ്സ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ ലോ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്താൽ 0 × y = 0 എന്ന് വരും. ഓക്കെ, അതായത് എക്സ് × y 0 ആയിരിക്കും ഇഫ് x = y. അതേപോലെ തന്നെ നമുക്ക് y 0 ആണെങ്കിലും x × y 0 ആണ് സിമിലറായിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്യാം. അതായത് തേർഡ് റിമാർക്ക് പറയുന്നത് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് 2 എലമെൻറ്റ്സ്, അതിലേതെങ്കിലും ഒരു എലമെൻറ്റ് 0 ആണെങ്കിൽ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. പക്ഷേ ടെൻസർ പ്രൊഡക്റ്റ് 0 ആണെന്ന് കരുതിയിട്ട് നമുക്ക് എന്താണെന്നില്ല, എക്സും വൈയും 0 ആകണമെന്നില്ല. ദാറ്റ് ഈസ് x × y ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് x and y = 0 need not imply x = 0 or y = 0. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ m ആയിട്ട് 2z എടുക്കിയിരിക്കുന്നത്. m ആയിട്ട് 2z എടുക്കുക, അതായത് ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സാധാരണ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഡിഫൈൻ ചെയ്താൽ അതൊരു z മൊഡ്യൂളായിരിക്കും. അതേപോലെ n ആയിട്ട് എന്തിനെ ചൂസ് ചെയ്യാം, z2നെ ചൂസ് ചെയ്യുക, അതായത് z or 2z ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2m എന്ന് പറയാം. അതേപോലെ y 1n ഉണ്ട് എന്ന് പറയാം. അപ്പോൾ 2ൻ്റെയും 1ൻ്റെയും ടെൻസർ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുക.
അതായത് എക്സ് ഇൻറ്റു വൈ എന്താണെന്ന് നോക്കുക. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 2 × 1 ആയിരിക്കും. 2 × 1 എന്ന് പറയുമ്പോൾ 2z എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ 2 × 1 എന്ന് എഴുതാം. ടെൻസർ പ്രോഡക്റ്റ് ഓഫ് 2 × 1 × 1 എന്ന് എഴുതാം. അതായത് 2 ജനറേറ്റ്. അപ്പോൾ നമ്മൾ കോയിഫിഷ്യൻസിന് ലീനിയർ സ്പാനിലെ കോയിഫിഷ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രൂഫിൽ നമ്മൾ ടെൻസർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 ആണ് സ്പാൻ ചെയ്യുന്നത്. അപ്പോൾ 1 അതിൻ്റെ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ 1 × 0 എന്ന് വരും. 1 × 0 കേട്ടോ. 1 × 0 ആണ്. 1 × 0 എന്ന് വരും. 1 × 0 എന്താണ്? 0. പക്ഷേ എക്സും വൈയും എന്തല്ല? 0 അല്ല. ഓക്കെ, അതായത് എക്സ് ടെൻസ് പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 0 നീഡ് നോട്ട് ഇംപ്ലൈ എക്സ് ഈക്വൽ ടു 0 ഓർ വൈ ഈക്വൽ ടു 0 എന്നുള്ളതിന് പ്രൂഫാണ് എക്സാം. നെക്സ്റ്റ് റിമാർക്ക് എന്ന് പറയുന്നത് let ടി എന്നുള്ള മൊഡ്യൂള് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ടെൻസ് പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ. ഓക്കെ, അതിനെ നമ്മൾ ടി എന്ന് വിളിച്ചിരുന്നത് മൊഡ്യൂൾ ടി. ആ മൊഡ്യൂള് എക്സിലും വൈയിലും എമ്മിലും എന്നിലും എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ടെൻസർ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന എ മൊഡ്യൂളായിരിക്കും എന്നാണ് നെക്സ്റ്റ് റിമാർക്ക്. ഓക്കെ, അതായത് ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ ഈസ് ജനറേറ്റഡ് ബൈ ദി എലമെൻറ്റ്സ് ഓഫ് ദി ടൈപ്പ് എക്സ് ഇൻറ്റു വൈ വേർ എക്സ് ബിലോങ്സ് ടു എം ആൻഡ് വൈ ബിലോങ്സ് ടു എൻ. സിമ്പിൾ പ്രൂഫാണ്. സപ്പോസ് നമ്മളെ കയ്യിൽ എനിവേ എക്സ് ഇൻറ്റു വൈ എവിടെ ഉണ്ടാകും? എം ഇൻറ്റു എന്നിൽ ഉണ്ടാകും. ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നിൽ ഉണ്ടാകും. അപ്പോൾ ഒരു സൈഡ് ക്ലിയർ ആണ്. രണ്ടാമത്തെ സൈഡ്, അതായത് എം ഇൻറ്റു എന്നിൽ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ് ഇൻറ്റു വൈ എന്നുള്ള എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു എലമെൻറ്റ് സെഡ് എം എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എം എന്ന് എടുത്താൽ നമുക്ക് എന്ത് പറയാം? സെഡ് എം ഇൻറ്റു എന്നിൽ നിന്ന് എടുത്താൽ സെഡ് ടിയിലുണ്ട് എന്ന് പറയാം. ടി എന്ന് പറഞ്ഞാൽ സി ഓർ ടി ആണ് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ. നമ്മൾ പ്രൂഫിൽ നിന്ന് വരുന്നത് തൊട്ട് മുന്നത്തെ തീർത്തുണ്ട്. അതായത് സെഡ് നമുക്ക് എങ്ങനെ എഴുതാം? സി ഓർ ഡിയിലെ എലമെൻ്റ് ആയതുകൊണ്ട് എക്സ് ഓർഡർഡ് പെയർ എക്സ് ഐ വൈ ഐ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കോസെറ്റ് ആയിരിക്കും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഡി. അതായത് സെഡ് ഈക്വൽ ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n എ ഐ എക്സ് ഐ വൈ ഐ പ്ലസ് ഡി. അവിടെ നമ്മൾ കോസെറ്റുകളുടെ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡെഫിനിഷൻ കൊടുത്താൽ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? സെഡ് ഈക്വൽ ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n എ ഐ ഇൻറ്റു എക്സ് ഐ വൈ ഐ പ്ലസ് ഡി എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ആ കോഷ്യൻ മൊഡ്യൂളിൽ നമ്മളുടെ വെക്ടർ അഡീഷൻ്റെയും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡെഫിനിഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഐ വൈ ഐ എന്ന് എഴുതാം. അതായത് സെഡ് ഈക്വൽ ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n എ ഐ ഇൻറ്റു ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഐ ആൻഡ് വൈ ഐ എന്ന് എഴുതാം. അതായത് സെഡിനെ നമ്മൾ എക്സ് ഐ ഇൻറ്റു വൈ ഐയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ അങ്ങനെയുള്ള എലമെൻസിനെ സ്പാൻ ഓക്കെ അല്ലെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് സെഡിന് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ നമുക്ക് റെക്കോർഡായിട്ട് വരുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രൂഫ്. Therefore ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ ഈസ് ജനറേറ്റഡ് ബൈ ദി എലമെൻറ്റ്സ് ഓഫ് ദി ടൈപ്പ് എക്സ് ഇൻറ്റു വൈ വേർ എക്സ് ബിലോങ്സ് ടു എം ആൻഡ് വൈ ബിലോങ്സ് ടു എൻ. നെക്സ്റ്റ് എം എന്നും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എ മൊഡ്യൂൾ ആണെങ്കിൽ ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. നോക്കുക, പ്രൂഫ് സിമ്പിളാണ്. എമ്മിനെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് x1 x2 എക്സെട്ര എക്സ് എൻ എന്ന് കരുതുക. അതേപോലെ എന്നിനെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് y1 y2 എക്സെട്ര വൈ എൻ വൈ എം. നമുക്ക് എക്സ് എം ഇൻറ്റു എന്നിനെ നമുക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x1 ഇൻറ്റു y1 x1 ഇൻറ്റു y2 എക്സെട്ര x1 ഇൻറ്റു x y m, അതേപോലെ x2 ഇൻറ്റു y1 x2 ഇൻറ്റു y2 എക്സെട്ര x2
x2 ഇൻറ്റു yn, അതേപോലെ അവസാനം xn ഇൻറ്റു y1, xn ഇൻറ്റു y2 എക്സെട്ര xn ഇൻറ്റു ym ഇവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് m ഇൻറ്റു n ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പറയാം. ടെൻസർ പ്രോഡക്റ്റ് ഓഫ് m and n ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പറയാം. We have tensor product of m and n is generated by the elements of x into y, where xi belongs to mi, m and y belongs to n. നമ്മൾ തൊട്ട് മുന്നത്തെ റിമാർക്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എലമെൻറ്റ് എവിടുന്ന് കൺസിഡർ ചെയ്യുക? എം ഇൻറ്റു ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എലമെൻറ്റ്സ് ആയിരിക്കും? എക്സ് ഇൻറ്റു വൈ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അത് മനസ്സിൽ വെക്കും ചെയ്യും. Now x belongs to m implies x എമ്മിലുള്ള എലമെൻ്റ് ആണെങ്കിൽ എക്സിനെ നമുക്ക് എക്സൈസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ y എന്നിലുള്ള എലമെൻ്റ് ആണെങ്കിൽ വൈനെ നമുക്ക് വൈസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് ഇൻറ്റു വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് കൊടുക്കാം. ഓക്കെ, ഇനി ടെൻസർ പ്രോഡക്റ്റ് രണ്ട് വേരിയബിളിലും ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അതിനെ എങ്ങനെയായിട്ട് മാറ്റി എഴുതാം? സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n, സമ്മേഷൻ j റൺസ് ഫ്രം 1 to m, ai bj ടെൻസർ പ്രോഡക്റ്റ് ഓഫ് xi and yj എന്നുള്ള രൂപത്തിൽ എഴുതാം. therefore mn ഈസ് ജനറേറ്റഡ് ബൈ ഇങ്ങനെ എഴുതാം xi ഇൻറ്റു yi, അവിടെ ബ്രാക്കറ്റ് വേണ്ട, ടെൻസർ പ്രോഡക്റ്റ് ഓഫ് xi ഇൻറ്റു yj, i റൺസ് ഫ്രം 1 to n, j റൺസ് ഫ്രം 1 to m എന്നുള്ള രൂപത്തിൽ എഴുതുക. അതായത് ഈ സെറ്റ് നമ്മളുടെ ടെൻസർ പ്രോഡക്റ്റ് ഓഫ് m and n ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സെറ്റിൽ നമുക്ക് m ഇൻറ്റു n എലമെൻറ്റ്സ് ആണ് വരിക. അപ്പോൾ ടെൻസർ പ്രോഡക്റ്റ് ഓഫ് m and n ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് the notation x into m inherently ambiguous unless we specify the tensor product to which it belongs. ഓക്കെ, അതായത് നമ്മൾ ടെൻസർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് മൊഡ്യൂളിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയണം. അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റ് എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുവാണ്. എന്നാലേ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് എപ്പോഴും എക്സിസ്റ്റൻസും ഉണ്ടാകും. ഈ ടെൻസർ പ്രോഡക്റ്റ് അപ് ടു ഐസോമോർഫിസം യുണീക്കും ആയിരിക്കും. അതാണ് നമ്മളെ കയ്യിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കൊറോളറി, ലെറ്റ് xi belongs to m and yi belongs to n be such that summation xi into yi equal to 0 in m into n. Then there exists a finitely generated submodules m naught of m and n naught of n such that summation xi into yi equal to 0 in m tensor product of m naught and n naught. അതായത് നമ്മളെ കയ്യിൽ രണ്ട് മൊഡ്യൂൾസ് ഉണ്ട്, എമ്മും എന്നും. അതിൽ ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് xi yi എന്നുള്ള എലമെൻസിൻ്റെ xi ഇൻറ്റു yi, ടെൻസർ പ്രോഡക്റ്റ് ഓഫ് xi ഇൻറ്റു yi കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ലീനിയർ കോമ്പിനേഷൻസ് ഈ സം 0 ആയിട്ട് വരുന്നുണ്ട്. xi ഇൻറ്റു yi എന്നുള്ള ഈ സമ്മ് 0 ആയിട്ട് വരുന്നുണ്ട്. എവിടെ? ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ. അങ്ങനെയാണെങ്കിൽ കൊറോളറി പറയുന്നത് എമ്മിന് ഒരു സബ് മോഡ്യൂൾ എം നോട്ട് എക്സിസ്റ്റ് ചെയ്യും, അതേപോലെ എന്നിന് ഒരു സബ് മോഡ്യൂൾ എൻ നോട്ട് എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? സച്ച് ദാറ്റ് ഈ സമ്മ് 0 ആയിട്ട് വരും. ഓക്കെ, അത് ഓൾറെഡി 0 ആണ്. പക്ഷേ ഈ എം നോട്ടിൻ്റെ എൻ നോട്ടിൻ്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ്? അവർ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിട്ട് വരുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യും. Okay, there exist finitely generated submodules m naught of m and n naught of n such that summation xi into yi equal to 0 in m naught tensor product of m naught and n naught. Simple proof ആണ് നോക്കാം. Proof if summation xi into yi equal to 0 in
ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു ടി, വിച്ച് ഈസ് ടി ആയിട്ട് എന്തിനെ ചൂസ് ചെയ്യുക, നമ്മൾ പ്രൂഫിൽ കൺസിഡർ ചെയ്ത പോലെ സി ഓർ ഡി ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം, സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു വൈ ഐ പ്ലസ് ഡി എവിടെ ഉണ്ട് എന്ന് പറയാം, 0 പ്ലസ് ഡി ആണ്, അത് 0 ആണ്, അപ്പോൾ 0 പ്ലസ് ഡിക്ക് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അതായത് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു വൈ ഐ എവിടെ ഉണ്ട്, ഡിയിലുള്ള എലമെൻ്റാണ്. ഓക്കെ, അതായത് ഡിയിലുള്ള എലമെൻ്റാന്ന് പറയുമ്പോൾ ഡീനെ നമ്മളെങ്ങനെയാണ് കൺസിഡർ ചെയ്തിരുന്നത്, ഈ 4 എലമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിലായിരുന്നു കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു വൈ ഐ ഈസ് എ ഫൈനൈറ്റ് സം ഓഫ് ദി ജനറേറ്റേഴ്സ് ഓഫ് ദി ടൈപ്പ് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ്. ഈ 4 ടൈപ്പ് എലമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ സബ് മൊഡ്യൂളാണ് ഡി ആയതുകൊണ്ട് ഈ 4 എലമെൻറ്റ്സിൻ്റെ സമ്മായിട്ട് അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു വൈ ഐനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എം നോട്ട് ആയിട്ട് എന്തിനെ ചൂസ് ചെയ്യുക, ലെറ്റ് എം നോട്ട് ബി ദി സബ് മൊഡ്യൂൾ ഓഫ് എം ജനറേറ്റഡ് ബൈ എക്സ് ഐ ആൻഡ് ഓൾ എലമെൻറ്റ്സ് ഓഫ് എം വിച്ച് ഒക്കേഴ്സ് ആസ് ഫൈനൈറ്റ് ഫസ്റ്റ് കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ എം നോട്ട് എന്നുള്ള സബ് മൊഡ്യൂളിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒന്ന് നോക്കാം. ലെറ്റ് എം നോട്ട് ബി ദി സബ് മൊഡ്യൂൾ ഓഫ് എം ജനറേറ്റഡ് ബൈ എക്സ് ഐ. എക്സ് ഐ എന്നുള്ള എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു xi and all elements of m which occurs as first coordinates. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതാം. എം നോട്ട് എന്നുള്ള മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എക്സ് ഐയും എമ്മിലുള്ള എലമെൻറ്റ്സ്, എങ്ങനെയുള്ള എലമെൻറ്റ്സ്, ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള എമ്മിലെ എലമെൻറ്റ്സും എക്സ് ഐയും ജനറേറ്റ് ചെയ്യുന്ന സബ് മൊഡ്യൂളാണ് എം നോട്ട്. മൊഡ്യൂൾ എൻ ഈസ് ജനറേറ്റഡ് ബൈ വൈ ഐ, എൻ നോട്ട് എന്ന് എഴുതാണ്. മൊഡ്യൂൾ ഓഫ് എന്നാണല്ലേ, അല്ലെങ്കിൽ മൊഡ്യൂൾ എൻ നോട്ട് ഓഫ് എത്തിയിട്ട് എൻ നോട്ട് ആകും. മൊഡ്യൂൾ എൻ നോട്ട് ജനറേറ്റഡ് ബൈ വൈ ഐ and all elements of n which occurs as second coordinates in this generator of D. അതായത് ഡിയിലുള്ള ജനറേറ്റേഴ്സ് നോക്കാം, ഡീനെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് നോക്കാം. ആ എലമെൻറ്റ്സിൽ എം നോട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് ഐസും ആ ഡി ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സിലുള്ള ഫസ്റ്റ് കോർഡിനേറ്റ്സും ജനറേറ്റ് ചെയ്യുന്ന എലമെൻ്റാണ് എം നോട്ട്. അതേപോലെ വൈ ഐസും ഡീനെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സിലുള്ള സെക്കൻഡ് കോർഡിനേറ്റ്സും ജനറേറ്റ് ചെയ്യുന്ന സബ് മോഡ്യൂളാണ് എൻ നോട്ട്. ദെൻ എം നോട്ട് ആൻഡ് എൻ നോട്ട് ആർ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് സബ് മോഡ്യൂൾസ് ഓഫ് എം ആൻഡ് എൻ. ട്രിവിയലാണ്. എം നോട്ട് എൻ നോട്ടും സബ് മോഡ്യൂൾസ് ആണ് ജനറേറ്റ് ചെയ്യല്ല ഈ എലമെൻറ്റ്സ്. അപ്പോൾ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്, കാരണം വൈ ഐസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എലമെൻറ്റ്സും ജനറേറ്റ് ചെയ്യുന്നതാണ് എൻ നോട്ട്. അതേപോലെ എക്സ് ഐസും നേരത്തെ പറഞ്ഞ പോലെയുള്ള എലമെൻറ്റ്സും ജനറേറ്റ് ചെയ്യുന്ന സബ് മോഡ്യൂളാണ് എം നോട്ട്. ഇവരുടെ കളക്ഷൻ ഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എം നോട്ടും എൻ നോട്ടും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. ആൻഡ് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു വൈ ഐ ഈക്വൽ ടു 0 ആസ് എൻ എലമെൻറ്റ് ഓഫ് എം നോട്ട് ഇൻറ്റു എൻ നോട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെൻസർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് പറയാനുള്ളത്. വീഡിയോ കാണുക, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.